ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് പരമേശ്വരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് സെഷനാണ്. സോ ഇത് 8ാമത്തെ സെഷനാണ്. ഇതിന് മുന്നേ ഉള്ള 7 സെഷനും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ കാർഡ്സിൽ കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക്സ് കിട്ടുന്നതായിരിക്കും. സോ അത് കാണാത്തവർ അത് കണ്ടിട്ട് വന്ന് ഇത് കാണുക. സോ 7ാമത്തെ സെഷനിൽ, ഇതിന് തൊട്ട് മുന്നേ ഉള്ള സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗോസ് ലോയിനെ കുറിച്ചായിരുന്നു. എന്താ ഗോസ് ലോ, എന്താ ഇലക്ട്രിക് ഫ്ലക്സ് എന്നുള്ളതും പിന്നെ ഗോസ് ലോയിൻ്റെ 2 മേജർ ആപ്ലിക്കേഷൻസും ആയിരുന്നു നോക്കിയത്. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 2 മേജർ ആപ്ലിക്കേഷൻ പറഞ്ഞതിൻ്റെ ഗ്രാഫും പിന്നെ ബാക്കിയുള്ള ആപ്ലിക്കേഷൻസും ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ ആദ്യത്തെ ആപ്ലിക്കേഷൻ നമ്മൾ നോക്കിയത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ്ലി ലോങ് വയർ ആണ്. ഗോസ് ലോ പറയുന്നത്, ഗോസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ്, ഗോസ് ലോയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ ഓഫ് E.ds ഈക്വൽ ടു Q/ε0 എന്നാണ്. E എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ്, ds എന്ന് പറയുന്നത് ചുറ്റുമുള്ള ഏരിയ ആണ്, Q എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന ചാർജ്, ε0 ഒരു കോൺസ്റ്റന്റ് ആണ് നമുക്കറിയാം. അപ്പോൾ ഈ എക്സ്പ്രഷൻ നോക്കി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഈ ഗോസ് ലോ ഉപയോഗിക്കുന്നത് പറയുന്നത് നമുക്കിപ്പോൾ ക്യൂവും ds-ഉം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മുടെ ഡെറിവേഷൻസിലെല്ലാം അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഒരു സാധനത്തിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ഒരു വലിയ വയറുണ്ട്, അതിന് ചുറ്റും എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്ഫിയർ ഉണ്ട്, അതിന് ചുറ്റും എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, അങ്ങനെ ആയിരിക്കും നമുക്ക് അറിയേണ്ടത്. അപ്പോൾ പല സാധനങ്ങളുടെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ് എന്ന് എനിക്ക് അറിയണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഗോസ് ലോ അപ്ലൈ ചെയ്തിട്ട് അവിടെ ഉണ്ടാവുന്ന ചാർജും അതിനെ എൻക്ലോസ് ചെയ്യുന്ന ഏരിയയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയായിരുന്നു ആദ്യത്തെ ആപ്ലിക്കേഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ്ലി ലോങ് വയർ. ഇൻഫിനിറ്റ്ലി ലോങ് വയർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2 പോസ്റ്റിൻ്റെ ഇടയ്ക്ക് വയർ വരുന്നു. വയർ എന്ന് പറയുന്നത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്. അതിന് ലെങ്ത് എന്ന് പറയുന്നത് ഭയങ്കര വലിയ ലെങ്ത് ആണ്. അതാണ് ഇൻഫിനിറ്റ്ലി ലോങ് എന്ന് പറയുന്നത്. വലിയ ലെങ്ത് ഉള്ള ഒരു വയർ, അതാണ് ഈ ബ്ലാക്ക് റെക്റ്റാങ്കിൾ കൊണ്ട് ഇവിടെ കാണിച്ചേക്കുന്നത്. ഒരു വലിയ വയറുണ്ട്. ആ വലിയ വയറിൽ നമ്മൾ Q ചാർജ് കൊടുക്കും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു ഒബ്ജക്റ്റിൽ കുറച്ച് ചാർജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചാർജ് ഇങ്ങനെ അടിഞ്ഞു കിടക്കുകയല്ല ചെയ്യുന്നത്, പകരം ഇതിൽ ഡിസ്ട്രിബ്യൂട്ടായി ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 മീറ്ററുള്ള വയറുണ്ട്, അതിൽ ഞാൻ 10 കൂളം ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ 1 മീറ്ററിൽ എത്ര ചാർജ് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം 10/5, 2 കൂളം ആയിരിക്കും ഓരോ മീറ്ററിലും വരുന്നത്. അതേപോലെ ടോട്ടൽ L ലെങ്ത് ഉണ്ട്. L ലെങ്ത് ആണ് ഈ ബ്ലൂവിൽ കാണിച്ചിരിക്കുന്നത്. L ലെങ്ത് ആണ് ഈ വയറിൻ്റെ ലെങ്ത്. സോ L മീറ്റർ ലെങ്ത് ഉണ്ട്, അതിൽ Q ചാർജ് ഉണ്ട്. അപ്പോൾ 1 മീറ്ററിൽ എത്ര ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ ലാംഡ എന്ന് പറയും. ലീനിയർ ഡിസ്ട്രിബ്യൂഷൻ. അഗൈൻ സെഷൻ നമ്പർ 3 ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ 1 മീറ്ററിൽ എത്ര ചാർജ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് Q/L ചെയ്താൽ മതി. അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ എനിക്ക് എന്തെഴുതാം? Q = λ×L എന്നെഴുതാം. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡായി ഇങ്ങനെ ചാർജ് കിടക്കുകയാണ്. അപ്പോൾ അതിന് ചുറ്റും എത്ര ഇലക്ട്രിക് ഫീൽഡ് വരും എന്നുള്ളതാണ് എനിക്ക് മെഷർ ചെയ്യേണ്ടത്. ഡയറക്റ്റ്ലി എനിക്ക് പറയാൻ പറ്റത്തില്ല. ഒരു പോയിന്റ് ചാർജ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പറയാമായിരുന്നു ഇലക്ട്രിക് ഫീൽഡ് = 1/4πε0 Q/r². സെഷൻ നമ്പർ 2 നോക്കുക, എങ്ങനെയാണ് ഒരു പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടതുള്ളത്. അപ്പോൾ ഒരു പോയിന്റ് ചാർജ് ആയിരുന്നെങ്കിൽ എനിക്ക് ഡയറക്റ്റ്ലി ആ ഫോർമുല പറയാമായിരുന്നു. പക്ഷേ ഇതൊരു പോയിന്റ് ചാർജ് അല്ല, ഒരു വയറാണ്. ഒരു നീളമായി നിൽക്കുന്ന വയറിൻ്റെ ഷേപ്പിലാണ് ചാർജ് നിൽക്കുന്നത്. അപ്പോൾ അതിന് ചുറ്റും എത്ര ഇലക്ട്രിക് ഫീൽഡ് വരും എന്നാണ് എനിക്ക് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഗോസ് ലോ അപ്ലൈ ചെയ്യും. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഗോസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ഗോസ് ലോയ്ക്ക് വേണ്ടി ഒരു എൻക്ലോസിങ് സർഫസ് ഉണ്ടാകണം. ഗോസ് ലോ പറയുന്നത് എന്തുവാ? ഒരു ചാർജ് ഉണ്ടെങ്കിൽ ആ ചാർജിന് ചുറ്റും വരുന്ന സർഫസിൽ ഉണ്ടാവുന്ന ഫ്ലക്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ചുറ്റും ഉണ്ടാവുന്ന ഒരു സർഫസ് എപ്പോഴും നമുക്ക് വരയ്ക്കേണ്ടിയിരിക്കുന്നു. ഏത് ചാർജാണോ ഉള്ളത് ആ ചാർജിനെ എൻക്ലോസ് ചെയ്യുക. എൻക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അടക്കി വെക്കുക. നിങ്ങളുടെ സ്കൂളിലെ ബോക്സ് പോലെ നിങ്ങൾ കൺസിഡർ ചെയ്താൽ ഈ പേന എടുത്ത് ബോക്സിൻ്റെ അകത്ത് വെച്ച് അടച്ചു വെക്കാം. അതേപോലെ അടച്ചു വെക്കുന്ന രീതിയിൽ ഉണ്ടാവുന്ന ഒരു സർഫസ് എനിക്കുണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ ഈ റെഡ് സർഫസ് വരയ്ക്കുന്നത്. അതൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലായിരുന്നു വരച്ചത്. സിലിണ്ടറിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുള എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. സോ ഒരു സിലിണ്ടറിക്കൽ സർഫസ് വരച്ചു. ആ സർഫസിൻ്റെ അകത്ത് ആ വയറിനെ എൻക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കായിരിക്കണം ആ സർഫസ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഒരു സിലിണ്ടറിക്കൽ രീതിയിൽ ഒരു സർഫസ് വരച്ചു. എനിക്ക് ഈ പോയിന്റിലാണ് ചാർജ് മെഷർ ചെയ്യേണ്ടത്, ലെറ്റ്സ് സേ, അല്ലെങ്കിൽ ചാർജ് അല്ല, ഇലക്ട്രിക് ഫീൽഡ് മെഷർ ചെയ്യേണ്ടത്. സോ ഈ ഏത് പോയിന്റിലാണ് നമുക്ക് ചാർജ് മെഷർ ചെയ്യേണ്ടത് ആ പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന രീതിക്ക് ഒരു എൻക്ലോസിങ് സർഫസ് നമ്മൾ വരയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഏത് പോയിന്റ്, ഇപ്പം ഞാൻ എക്സ് വരച്ച ഒരു പോയിന്റ് ഉണ്ട്, ഒരു ബ്ലാക്ക് പോയിന്റ്, ആ പോയിന്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന ഒരു സർഫസ് ഞാൻ വരച്ചു. ഈ കേസിൽ സിലിണ്ടർ ആയിരിക്കും, പല കേസിൽ പല ഷേപ്പായിരിക്കും വരയ്ക്കുന്നത്. ഓക്കെ, ഈ കേസിൽ നമ്മൾ സിലിണ്ടർ വരച്ചു. എന്നിട്ട് അതിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചായിരുന്നു നമ്മൾ. ഇത് കഴിഞ്ഞ സെഷൻ കാണാത്തവർ കഴിഞ്ഞ സെഷൻ കാണുക. അപ്പോൾ അവിടെ എക്സ്പ്രഷൻ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ, ഈ ഗോസ് ലോ അപ്ലൈ ചെയ്തിട്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ കിട്ടിയത് Q/L
2πr into L into epsilon 0. R എന്ന് പറയുന്നത് ഈ സിലിണ്ടറിന്റെ റേഡിയസ്, L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി വയർ, അല്ലെങ്കിൽ സിലിണ്ടറിന്റെ ലെങ്ത് അത് തന്നെയാണ്, കാരണം സെയിം ലെങ്ത്തിലാണ് നമ്മൾ സിലിണ്ടർ വരയ്ക്കുന്നത്. ഇനി ഈ കഴിഞ്ഞ സെഷനിൽ ഞാൻ ഒരു ചെറിയ മിസ്റ്റേക്ക് വരുത്തിയായിരുന്നു. ഈ എക്സ്പ്രഷൻ വരെ കറക്റ്റായിട്ട് എഴുതി, പക്ഷേ ഈ ക്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ക്യൂവിനെ ലാംഡ എൽ എന്ന് കൊടുക്കുമ്പോൾ ഈ ക്യൂവിന് പകരം ഇവിടെ ലാംഡ എൽ വന്നു. അപ്പോൾ ലാംഡ എല്ലും കട്ട് ചെയ്തു പോകും. അപ്പോൾ ലാംഡ ബൈ 2πr into epsilon 0 എന്നാണ് എക്സ്പ്രഷൻ വരേണ്ടത്. ഇതാണ് നമ്മുടെ ഫൈനൽ എക്സ്പ്രഷൻ. കഴിഞ്ഞ സെഷനിൽ നമ്മൾ എഴുതിയപ്പോൾ ലാംഡ ബൈ 2π epsilon 0 എന്നായിരുന്നു ഞാൻ ബോർഡിൽ എഴുതിയത്, ആർ എഴുതാൻ വിട്ടുപോയി. അപ്പോൾ അത് കറക്റ്റ് ചെയ്യേണ്ടവർ അത് കറക്റ്റ് ചെയ്യുകയോളാം. അപ്പോൾ ആദ്യം നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ്ലി ലോങ് വയർ എന്ന് പറയുന്ന എക്സ്പ്രഷൻ ലാംഡ ബൈ 2πr into epsilon 0 എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. സി, ഈ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ നോക്കുവാണ്, ലാംഡ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, 2π കോൺസ്റ്റൻസ് ആണ്, എപ്സിലോൺ 0 ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന സാധനം, ഞാൻ റേഡിയസ് എന്നുള്ളൊരു സാധനമുണ്ട് ഡിനോമിനേറ്ററിൽ, അത് കൂടാം കുറയാം. ഓക്കെ, ഈ പോയിന്റ് ദൂരെ പോകും തോറും റേഡിയസ് കൂടും, ആ പോയിന്റ് അടുത്ത് വരും തോറും റേഡിയസ് കുറയും. അപ്പോൾ അവിടെ റേഡിയസ് മാത്രമേ ഉള്ളൂ വേരിയബിൾ, ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? ഇലക്ട്രിക് ഫീൽഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1 റേഡിയസ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം ദി വയർ. അതായത് ഞാനൊരു വയർ വെച്ചു, ആ വയറിനെ വളരെ അടുത്ത് വന്ന് ഞാൻ ഇലക്ട്രിക് ഫീൽഡ് മെഷർ ചെയ്യുവാണെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡ് വളരെ വളരെ കൂടുതലായിരിക്കും. കാരണം എന്താ, ആ വയറിൻ്റെ അടുത്ത് വരുമ്പോൾ ഈ ആർ എന്ന് പറയുന്നത് എത്രയാണോ ഡിസ്റ്റൻസ്, അതാണ് ആർ. അപ്പോൾ ആർ വളരെ കുറവായിരിക്കുമ്പോൾ, ഡിനോമിനേറ്ററിലാണ് ആർ വരുന്നത്, ഡിനോമിനേറ്റർ കുറഞ്ഞു, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കൂടും. ദൂരെ പോകും തോറും ആറിന്റെ വാല്യൂ കൂടും, ആറിന്റെ വാല്യൂ കൂടുമ്പോൾ ഡിനോമിനേറ്റർ കൂടി, ഡിനോമിനേറ്റർ കൂടുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കുറയും. അതുകൊണ്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ, നമ്മൾ എപ്പോഴും വരയ്ക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് വേഴ്സസ് ആർ റേഡിയസ്, അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ് വരയ്ക്കുന്നത്. സോ അടുത്ത് നിൽക്കുമ്പോൾ ഇവിടെ 0 ആണ്, ലെറ്റ്സ് സേ 1 2 ഇങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്നു ആർ. ഓക്കെ, സോ വളരെ അടുത്ത് നിൽക്കുമ്പോൾ 1ന്റെ 0ന്റെ ഒക്കെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ വളരെ അടുത്താണ് ഈ പോയിന്റ് എന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഭയങ്കര കൂടുതലായിരിക്കും. ദൂരെ പോകുന്നതോറും ഇലക്ട്രിക് ഫീൽഡ് പെട്ടെന്ന് കുറഞ്ഞ് വരും. അപ്പോൾ ഈ ഷേപ്പിലായിരിക്കും നമുക്ക് ഗ്രാഫ് കിട്ടുന്നത്. സോ ഇതായിരുന്നു ഫസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റി ചാർജ്ഡ് വയർ. എക്സ്പ്രഷൻ എന്ന് പറയുന്നത് E ഈക്വൽ ടു ലാംഡ ബൈ 2πr into epsilon 0 ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ, ആൻഡ് ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞത് യൂണിഫോംലി ചാർജ്ഡ് സർഫസ് ആയിരുന്നു. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് സർഫസ്. സർഫസ് എന്ന് പറയുമ്പോൾ ഒരു ഏരിയ ആണ്, ഒരു പ്ലെയിൻ ആണ്. ഓക്കെ, സോ ഈ ബോർഡ് ഒരു സർഫസ് ആണ്, ഒരു പേപ്പറിൻ്റെ ഒരു വശം ഒരു സർഫസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലെറ്റ്സ് സേ ഒരു ബോർഡിലാണ് ഞാൻ ഈ ചാർജ് കൊടുക്കുന്നത്. ഓക്കെ, ഈ വരച്ചേക്കുന്ന ആ ബോർഡാണ് ബ്ലാക്കിൽ വരച്ചേക്കുന്നത്. കുറച്ച് ചാർജ് കൊടുത്തു, വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ചാർജ് അവിടെ അടിഞ്ഞ് കിടക്കുകയല്ല ചെയ്യുന്നത്, ഈ ബോർഡിൽ മൊത്തമാകെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഈ ബോർഡിൽ ഞാൻ Q ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബോർഡിൻ്റെ ഏരിയ A ആണെന്ന് വെക്കാം. 10 കൂളം ചാർജ് ഉണ്ട്, 10 മീറ്റർ സ്ക്വയർ ആണ് ബോർഡിൻ്റെ ഏരിയ. അപ്പോൾ ഓരോ മീറ്റർ സ്ക്വയറിലും എത്ര ചാർജ് ഉണ്ട് എന്നുള്ളതാണ് ഈ സിഗ്മ. 10/10, അതായത് Q by A ആണ് സിഗ്മ എന്ന് പറയുന്നത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ Q ഈക്വൽ ടു സിഗ്മ ഇൻറ്റു A എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സോ അതിന് ചുറ്റും എത്ര ഇലക്ട്രിക് ഫീൽഡ് വരും എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ പോയത്. അപ്പോൾ അഗെയിൻ എനിക്ക് ഈ ഒരു പോയിന്റിലാണ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അത് R ഡിസ്റ്റൻസിലിരിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഗോസ് ലോ നമുക്ക് അപ്ലൈ ചെയ്യണം. ഇലക്ട്രിക് ഫീൽഡാണ് അറിഞ്ഞുകൂടാത്തത്, ബാക്കി എനിക്ക് ഏരിയ അറിയാം, Q അറിയാം, Q എത്രയുണ്ടെന്നുള്ളത് സിഗ്മ A എന്നുള്ളത് നമുക്കറിയാം, എപ്സിലോൺ 0 കോൺസ്റ്റന്റ് ആണ്. നമുക്ക് അറിഞ്ഞുകൂടാത്ത ഇലക്ട്രിക് ഫീൽഡാണ്. ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഗോസ് ലോ അപ്ലൈ ചെയ്യും. ഗോസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു എൻക്ലോസിംഗ് സർഫസ് ഉണ്ടാവുന്നതായിരിക്കും. ഈ കേസിലും ഒരു സിലിണ്ടർ തന്നെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡാണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പോൾ ആ പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന ഒരു സിലിണ്ടർ ഞാൻ വരച്ചു, അതാണ് എൻ്റെ ഗോഷിയൻ സർഫസ്. അത് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്ത് വരുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് കിട്ടിയ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 എന്നുള്ള എക്സ്പ്രഷനാണ് കിട്ടിയത്. ഇവിടെ ശ്രദ്ധിക്കുക, എല്ലാം കോൺസ്റ്റൻസ് ആണ്. R എന്ന് പറഞ്ഞൊരു ടേം, ഇവിടെ നേരത്തെ R എന്ന് പറഞ്ഞൊരു ടേം ഉണ്ടായിരുന്നു. ഇവിടെ ഈ ഡിസ്റ്റൻസ്, എത്ര ഡിസ്റ്റൻസിൽ നമ്മൾ അളക്കുന്നു എന്നുള്ള ടേം ഇല്ല. അപ്പോൾ E ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് R. E ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് R. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഈ പറയുന്ന കാര്യം. R എത്ര ദൂരത്തിൽ പോയി ഞാൻ അളക്കുന്നു. ഈ ഒരു ബോർഡിൽ ഞാൻ കുറച്ച് ചാർജ് കൊടുത്തു, ഞാൻ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് അളന്നാലും, കുറച്ച് ദൂരെ പോയ ഇലക്ട്രിക് ഫീൽഡ് അളന്നാലും, വളരെ ദൂരെ പോയ ഇലക്ട്രിക് ഫീൽഡ് അളന്നാലും എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് സെയിം തന്നെ ആയിരിക്കും. എത്ര ദൂരത്തിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അളക്കുന്നു എന്നുള്ളത് ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് R. അതാണ് ഈ ഗ്രാഫ് വരച്ചേക്കുന്നത്. ലെറ്റ്സ് സേ ഇത് 10
ന്യൂട്ടൺ പെർ കൂളംബ് ആണ് ഇവിടെ ഉണ്ടായിരുന്ന ഈ ബോർഡിൽ നിന്നും വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് വെച്ചാൽ, ദൂരം എത്ര കൂടിയാലും ഇങ്ങോട്ട് പോകുമ്പോൾ ദൂരം കൂടി പോവാണ്, എക്സ് ആക്സിസ് കൂടുന്നു. ഓക്കെ, ദൂരം എത്ര കൂടിയാലും ഈ 10 ന്യൂട്ടൺ പെർ കൂളം എന്നുള്ളത് അങ്ങനെ നിൽക്കും. അതുകൊണ്ടാണ് നമുക്കൊരു ഹൊറിസോണ്ടൽ ലൈൻ കിട്ടുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് ആപ്ലിക്കേഷൻസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആപ്ലിക്കേഷനിലോട്ട് പോവാം. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് സ്ഫിയർ. സ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോളം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഗോളം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഗോളം എന്ന് പറയുന്ന ഒരു ഹോളോ സ്ഫിയർ ആണ്. ഹോളോ സ്ഫിയർ എന്ന് പറഞ്ഞാൽ പൊള്ളയായ ഗോളമാണ്, അകത്തൊന്നുമില്ല, അകത്ത് മൊത്തം വെറും സ്പേസ് ആണ്. ഓക്കെ, പുറത്ത് ഷെൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഷെല്ലാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്, സ്ഫെറിക്കൽ ഷെൽ. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെൽ. ഈ ഡെറിവേഷൻ പറയുമ്പോൾ ആദ്യം ഇതിൻ്റെ അസംഷൻസ് എഴുതുക, ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഏത് ഡെറിവേഷൻ ആവുമ്പോഴും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, ലെറ്റ് us കൺസിഡർ എ സ്പെറിക്കൽ ഷെൽ. ഈ പടം വരയ്ക്കുക. സോ ഈ ബ്ലാക്ക് ആണ് ഒരു സ്പെറിക്കൽ ഷെൽ. ആ സ്പെറിക്കൽ ഷെല്ലിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ്. ഓക്കെ, ആ സ്പെറിക്കൽ ഷെല്ലിൽ ഒരു Q ചാർജ് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ Q ചാർജ് ഈ സ്പെറിക്കൽ ഷെല്ലിൽ കൊടുക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അടിഞ്ഞുകൂടുകയല്ല, പകരം ഇത് പടർന്ന് പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് യൂണിഫോംലി ഈ ഷെല്ലിൽ ഡിസ്ട്രിബ്യൂട്ട് ആവും. ഓക്കെ, അപ്പോൾ അവിടെ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഗോസ് ലോ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഗോസ് ലോ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഗോഷ്യൻ സർഫസ് നമുക്ക് വരയ്ക്കണം. അങ്ങനെ നമ്മൾ ഇവിടെ വരയ്ക്കുന്ന സർഫസ് ആണ് മറ്റൊരു സ്ഫിയർ, ഈ റെഡ് കൊണ്ട് കാണിച്ചേക്കുന്ന സ്ഫിയർ. ആ റെഡ് കൊണ്ട് കാണിച്ചേക്കുന്ന സ്ഫിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ r ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. ഡെറിവേഷൻ തുടങ്ങുമ്പോഴത്തേക്കും ലെറ്റ് us കൺസിഡർ ഹോളോ സ്ഫിയർ അല്ലെങ്കിൽ സ്പെറിക്കൽ ഷെൽ വിത്ത് റേഡിയസ് ക്യാപിറ്റൽ R. ഓക്കെ, അതിനുശേഷം എഴുതുക Q charges distributed along the surface of the shell. For applying Gauss law, let us consider a Gaussian surface which is another sphere, okay, with radius small r. ഇത്രയും എഴുതിയിട്ട് വേണം നമുക്ക് ഗോസ് ലോ ബൈ അപ്ലൈയിങ് ഗോസ് ലോ എന്ന് പറഞ്ഞ് തുടങ്ങാം. ഇനി ഇതിന് 3 കണ്ടീഷൻസ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഈ ഗോസ് ലോ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഈ സ്ഫെറിക്കൽ ഷെല്ലിന് 3 കണ്ടീഷൻസ് നമുക്ക് പറയാൻ പറ്റും. ഒന്നാമത്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ്സ്, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അളക്കുവാണല്ലോ ചെയ്യുന്നത്. ഏതൊക്കെ സ്ഥലത്തിൽ എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും എന്നറിയാൻ വേണ്ടി ഇലക്ട്രിക് ഫീൽഡ് അളക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ 3 രീതിയിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് എനിക്ക് അളക്കാം. ആദ്യം എന്ന് പറയുന്നത്, ഞാൻ ഈ സ്ഫിയറിൻ്റെ അകത്ത് പോകുന്നു. സ്ഫിയറിൻ്റെ അകത്ത് പൊള്ളയായ ഒരു സ്ഫിയറാണ്, പൊള്ളയായ സ്ഫെറിക്കൽ ഷെല്ലാണ്. അപ്പോൾ ആ പൊള്ളയായ ഷെല്ലിൻ്റെ അകത്തൊരു പോയിന്റിൽ എനിക്ക് ഇലക്ട്രിക് ഫീൽഡ് അളക്കണം. ഒന്നാമത് അകത്ത്. രണ്ടാമത്, അതിൻ്റെ വെളിയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് അളക്കണം, ഷെല്ലിൻ്റെ പുറത്ത്. ആദ്യം അകത്തായിരുന്നു, പിന്നെ ഇപ്പോൾ പുറത്ത്. ഇനി അതിൻ്റെ സർഫസിൽ. 3 രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് അകത്തുള്ള കേസ് നോക്കാം. ഓക്കെ, സോ ഈ പോയിന്റിൽ, ഈ എക്സ് എന്ന് പറഞ്ഞ പോയിന്റിൽ ആണ് എനിക്ക് ഇലക്ട്രിക് ഫീൽഡ് മെഷർ ചെയ്യേണ്ടത്. ഏത് പോയിന്റിലാണോ മെഷർ ചെയ്യേണ്ടത് ആ പോയിന്റിൽ കൂടെ ഒരു ഗോഷ്യൻ സർഫസ് വരയ്ക്കണം. അപ്പോൾ ഞാൻ ആദ്യം, ഈ സ്ഫിയർ ആണ് നമ്മുടെ ഗോഷ്യൻ സർഫസ്. അപ്പോൾ സ്ഫിയർ വരയ്ക്കുന്നത് ആ പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന ഒരു കുഞ്ഞ് സ്ഫിയർ ആയിരിക്കും വരയ്ക്കുന്നത്, ഈ ഡോട്ടഡ് ലൈനിൽ വരച്ചേക്കുന്ന സ്ഫിയർ. ഓക്കെ, അപ്പോൾ ആ കണ്ടീഷൻ എന്തായി? എൻ്റെ സ്മോൾ r ആണ് ആ ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. സ്മോൾ r എന്ന് പറഞ്ഞ് കുഞ്ഞായി ഈ ക്യാപിറ്റൽ ആറിനെയും കാട്ടിലും ചെറുതായി, എന്നാൽ മാത്രമേ പോയിന്റ് അകത്ത് വരത്തുള്ളൂ, സ്ഫിയറിൻ്റെ അകത്ത് വരത്തുള്ളൂ. സോ ആ കേസ് എന്ന് പറയുന്നത് സ്മോൾ r ഈസ് ലെസ് ദാൻ ക്യാപിറ്റൽ R. നമ്മൾ എപ്പോഴാണോ അകത്ത് നിൽക്കുന്നത് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത് കുഞ്ഞ് ഗോഷ്യൻ സർഫസ് ആയിരിക്കും, കുഞ്ഞ് സ്ഫെറിക്കൽ ഷെല്ലായിരിക്കും. ഈ ഷെല്ലിൻ്റെ അകത്തുള്ള ഒരു ഷെല്ലായിരിക്കും. അപ്പോൾ പുറത്തുള്ള ഷെൽ, ആക്ച്വലി നിൽക്കുന്ന ഷെല്ലിനെയും കാട്ടിലും റേഡിയസ് ഈ ഗോഷ്യൻ സർഫസിന് വളരെ കുറവായിരിക്കും. ഇനി നോക്കുക, Q ചാർജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഷെല്ലിൻ്റെ പുറത്താണ് നിൽക്കുന്നത്, ഷെല്ലിൻ്റെ അകത്തൊന്നുമില്ല, പൊള്ളയാണ്. ഓക്കെ, അപ്പോൾ ഈ സർഫസിൻ്റെ അകത്ത് വരുന്ന ടോട്ടൽ ചാർജ്, അത്രയും ഏരിയയിൽ വരുന്ന ടോട്ടൽ ചാർജ് മൊത്തം പുറത്താണ് നിൽക്കുന്നത്. ഇതിൻ്റെ അകത്ത് എന്ത് ചാർജ് ഉണ്ട്? ചാർജ് ഒന്നുമില്ല. ശരിയാണോ? പുറത്താണ്, ഈ ഷെല്ലിലാണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ആയിരിക്കുന്നത്, അകത്ത് വെറും പൊള്ളയാണ്. അപ്പോൾ അകത്തൊരു സർഫസ് വരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചാർജ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എഴുതാം Q ഈസ് ഈക്വൽ ടു 0 ഇൻസൈഡ് ദി ഗോഷ്യൻ സർഫസ്. ഗോഷ്യൻ സർഫസിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എനിക്ക് ചാർജ് ഒന്നും ഇല്ല. അത് കാരണം നമ്മൾ ഗോസ് ലോ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഗോസ് ലോ പറയുന്നത് എന്തോ, ഇൻറ്റഗ്രൽ ഓഫ് E.ds ഈക്വൽ ടു Q ബൈ എപ്സിലോൺ 0. Q 0 ആയി പോകുമ്പോഴത്തേക്കും ഇലക്ട്രിക് ഫീൽഡ് എഫക്റ്റീവ്ലി 0 ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു സ്ഫെറിക്കൽ ഷെല്ലാണ് ആദ്യം പറയുന്നത്. സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ അകത്തുള്ള പോയിന്റ് ആണ് പറയുന്നത്. അകത്തുള്ള പോയിന്റിൽ നോക്കുമ്പോൾ ഗോഷ്യൻ സർഫസ് വരയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത്
വേറെ ചാർജ് ഒന്നുമില്ല, അത് കാരണം Q ഈക്വൽ ടു 0. Q 0 ആകുമ്പോഴത്തേക്കും E ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇനെ നമുക്ക് 0 ആയി എഴുതാം. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസൈഡ് ദ ഷെൽ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു 0. ഇനി നെക്സ്റ്റ് കേസ് നമുക്ക് പറയാം ഔട്ട്സൈഡ് ദ ഷെൽ. ഔട്ട്സൈഡ് ദ ഷെൽ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ്, ഏത് പോയിന്റിലായാലും ഈ ഒരു പോയിന്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ വീണ്ടും ഗോസ് ലോ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആ പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന ഒരു ഗോഷ്യൻ സർഫസ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ റെഡ് ഡോട്ടഡ് ലൈനിൽ കൊണ്ട് വരച്ചേക്കുന്ന സ്ഫിയർ വരച്ചു, അതിൻ്റെ റേഡിയസ് സ്മോൾ ആർ ആണ്. ഇപ്പം നോക്കുക, ഈ ഗോഷ്യൻ സർഫസിനെ സ്മോൾ ആർ എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ ഷെല്ലിൻ്റെ ക്യാപിറ്റൽ ആറിനെയും കാട്ടിലും കൂടുതലാണ്. ശരിയാണോ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? സ്മോൾ ആർ ഈസ് ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ബൈ ഗോസ് ലോ ഈ ഇൻറ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഇനി ഈ ഒരു കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ ഈ ഇൻറ്റഗ്രേഷന് പുറത്ത് വരും. ഇ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ഡി എസ്, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇ ഇൻറ്റു ഇ ഡോട്ട് ഇൻറ്റഗ്രൽ ഓഫ് ഡി എസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാം. കാരണം ടോട്ടൽ ഇൻറ്റഗ്രേഷൻ ആയിരുന്നു, ഈ ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് കോൺസ്റ്റന്റ് ഇൻറ്റഗ്രേഷന് പുറത്ത് വരും. നിങ്ങൾക്ക് ഇൻറ്റഗ്രേഷനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്തമാറ്റിക്സിൽ ഇൻറ്റഗ്രേഷൻ ചാപ്റ്റർ എടുത്ത് വായിക്കാം. ഓക്കെ, സോ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ആ കോൺസ്റ്റന്റ് ഇൻറ്റഗ്രേഷൻ പുറത്ത് വന്നു. ഇനി നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ആ കുഞ്ഞ് സർഫസിന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. ഇനി ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ നമുക്കുള്ള ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് എന്താണ്? ഒരു സ്ഫെറിക്കൽ ഷെല്ലാണ്, സ്ഫിയർ ആണ്. സ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ആയിരിക്കുമോ ഈ ഇൻറ്റഗ്രൽ ഓഫ് ഡി എസ് എന്ന് പറയുന്നത്? ഈ കുഞ്ഞ് ഏരിയനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ഫിയറിന് ചുറ്റുമുള്ള ടോട്ടൽ സർഫസ് ഏരിയ ആയിരിക്കും. സ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഗോഷ്യൻ സർഫസിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും 4πr² ആയിരിക്കും. അപ്പോൾ സ്ഫിയറിൻ്റെ ഏരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4π ഇൻറ്റു അതിൻ്റെ റേഡിയസിൻ്റെ സ്ക്വയർ ആയിരിക്കും. ഇവിടെ ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അവിടെ ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ ആർ ആണ്. അപ്പോൾ സ്മോൾ ആർ സ്ക്വയർ. അപ്പോൾ ഇ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ഡി എസിന് പകരം എനിക്ക് എന്ത് എഴുതാം? ഇ ഇൻറ്റു 4π സ്മോൾ ആർ സ്ക്വയർ എന്ന് എഴുതാം. ഇനി ക്യൂ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ആ ചാർജ് അവിടെ അടിഞ്ഞു കൂടുകയല്ല ചെയ്യുന്നത്, പകരം അവിടെ മൊത്തം ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ആയാണ് കിടക്കുന്നത്. അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുമ്പോൾ ഒരു മീറ്ററിൽ എത്ര ചാർജ് ഉണ്ടാവും എന്ന് പറയുന്നത് അതിനാണ് സിഗ്മ എന്ന് പറയുന്നത്. അപ്പോൾ സിഗ്മ ഈക്വൽ ടു ക്യൂ ബൈ എ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്യൂവിന് പകരം എനിക്ക് എന്ത് എഴുതാം? സിഗ്മ ഇൻറ്റു ഏരിയ എന്ന് എഴുതാം. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ക്യൂവിന് പകരം സിഗ്മ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഇനി ഈ ഏരിയ നോക്കുക. ഈ ഏരിയ എന്ത് ഏരിയ ആണ്? ഈ സ്ഫെറിക്കൽ ഷെല്ലുള്ളത്. ആ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഏരിയ എന്തായിരിക്കും? അത് തന്നെ അവിടെ തന്നെ ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ആയിരിക്കുന്ന ഏരിയ ആണ് പറയുന്നത്. ആ ഏരിയ എന്താണ്? സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ സർഫസ് ഏരിയ ആണ്. അപ്പോൾ ആ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഏരിയ എന്ന് പറയുന്നത് 4π. സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ്. അപ്പോൾ അവിടെ ഉള്ള ഏരിയ എന്ന് പറയുന്നത് 4π ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ ആയിരിക്കും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇ ഇൻറ്റു 4π സ്മോൾ ആർ സ്ക്വയർ ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഏരിയയ്ക്ക് പകരം നമ്മൾ 4π ക്യാപിറ്റൽ ആർ എന്ന് എഴുതും. എന്നിട്ട് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. അങ്ങനെയാണെങ്കിൽ ഈ 4πയും കട്ട് ചെയ്ത് പോകും. ഈ ആർ സ്ക്വയർ അപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇ ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ. സിഗ്മയും ക്യാപിറ്റൽ ആർ സ്ക്വയർ മുകളിലുണ്ട്, താഴെ എപ്സിലോൺ 0 ഉണ്ട്. ഈ ആർ സ്ക്വയർ ഇങ്ങോട്ട് വരും. സോ സിഗ്മ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ഇൻറ്റു സ്മോൾ ആർ സ്ക്വയർ എന്നുള്ളതാണ് ഇവിടുത്തെ എക്സ്പ്രഷൻ. ബാക്കിയുള്ളതെല്ലാം കോൺസ്റ്റൻ്റ് ആക്കി കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ ആദ്യം ഇവിടെ വെച്ച് അളക്കുന്നു, കുറച്ചുകൂടി ദൂരെ പോയി അളക്കുന്നു, കുറച്ച് അടുത്ത് വന്ന് അളക്കുന്നു. അപ്പോൾ അവിടെ മാറുന്ന എന്താണ്? ഈ സ്മോൾ ആർ എന്ന് പറയുന്നത് അടുത്ത് വരുന്നതോറും മാറും, ദൂരെ പോകുന്നതോറും മാറും. പക്ഷെ അങ്ങനെ അടുത്തോ ദൂരെയോ പോകുമ്പോൾ ബാക്കിയുള്ളതൊന്നും മാറത്തില്ല. കാരണം ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ഷെല്ലിൻ്റെ റേഡിയസ് ആണ്. ആ ഷെല്ല് മാറുന്നില്ല. നമ്മൾ അടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ നമുക്ക് മാറുന്ന ആകെപ്പാടെ ഈ സ്മോൾ ആർ എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. സിഗ്മ ഒരു കോൺസ്റ്റൻ്റ് ആണ്, ക്യാപിറ്റൽ ആർ ഒരു കോൺസ്റ്റൻ്റ് ആണ്, എപ്സിലോൺ 0 നമുക്ക് നേരത്തെ അറിയാം ഒരു കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആകെപ്പാടെ വേരിയബിൾ ആയിട്ടുള്ളത് സ്മോൾ ആർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r². ദൂരെ പോകും തോറും എത്ര ദൂരം പോകുന്നു അതിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണലായി ഇത് കുറയും, ഇലക്ട്രിക് ഫീൽഡ് കുറയും. അപ്പോൾ ദൂരെ പോകും തോറും ഇലക്ട്രിക് ഫീൽഡ് കുറയും. എങ്ങനെ കുറയും? സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ, സ്ക്വയർ ഓഫ് റേഡിയസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ ദൂരെ പോകും തോറും അതിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണലായി ഇലക്ട്രിക് ഫീൽഡ്
കുറയും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഇൻസൈഡ് ദ ഷെൽ നമുക്ക് കിട്ടി 0 ആണ് ഇലക്ട്രിക് ഫീൽഡ് കിട്ടിയത്. ഔട്ട്സൈഡ് ദ ഷെൽ കിട്ടി സിഗ്മ ഇൻറ്റു ക്യാപിറ്റൽ R സ്ക്വയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ഇൻറ്റു സ്മോൾ r സ്ക്വയർ, വിച്ച് മീൻസ് ദാറ്റ് E is proportional to 1 by r square or E is inversely proportional to square of radius. ഇനി മൂന്നാമതൊരു കണ്ടീഷൻ ഉണ്ട്. ഈ ഒരു കണ്ടീഷൻ, ഈ ഷെല്ലിൻ്റെ പുറത്ത് ഞാൻ കയറി നിൽക്കുവാണ്, എന്നിട്ട് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് മെഷർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായി, ഈ റേഡിയസ് എന്ന് പറയുന്നത് കുറഞ്ഞ് ഇവിടെ തന്നെയായി. അപ്പോൾ ഇവിടെ ഉള്ള റേഡിയസ് രണ്ടും ഒന്ന് തന്നെയാണ്. ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ഒന്ന് ആവുമ്പോഴാണ് ഷെല്ലിൻ്റെ മുകളിൽ വന്ന് നമ്മൾ നിൽക്കുന്നത്, ശരിയാണോ? അപ്പം ഈ ക്യാപിറ്റൽ ആറും ഈ സ്മോൾ ആറും ഒന്നായിരിക്കും. അപ്പോൾ ഈ എക്സ്പ്രഷൻ തന്നെ നമ്മൾ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ഒന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് സിഗ്മ ബൈ എപ്സിലോൺ 0 എന്നുള്ള എക്സ്പ്രഷനായി മാറി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 രീതിയിൽ നമ്മൾ പറഞ്ഞു. ആദ്യം ഇൻസൈഡ് ദ ഷെൽ, രണ്ടാമത് ഔട്ട്സൈഡ് ദ ഷെൽ, മൂന്നാമത് സർഫസ്. ഇനി ഇത് വെച്ച് നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. എൻ്റെ ഷെല്ലാണ് ഈ കാണിച്ച ക്യാപിറ്റൽ ആർ ഷെല്ലാണ് ഇവിടെ വരച്ചേക്കുന്നത്. ഓക്കെ, അവിടെ നിന്നും R എന്ന് പറയുന്നത് നമ്മൾ എത്ര ദൂരത്തിൽ നിന്ന് അളക്കുന്നു എന്നുള്ളതാണ് ഈ എക്സ് ആക്സിസിൽ വരച്ചേക്കുന്നത്. വീണ്ടും ഈ ഇലക്ട്രിക് ഫീൽഡ് വെസസ് R ഗ്രാഫാണ് വരയ്ക്കുന്നത്. ഓക്കെ, സോ എത്ര ദൂരത്തിൽ നിന്നും ഞാൻ അളക്കുന്നു എന്നുള്ളതാണ്. ആദ്യം ഞാൻ അകത്തളക്കുന്നു, സ്ഫിയറിൻ്റെ അകത്തളക്കുന്നു. സ്ഫിയറിൻ്റെ അകത്തളക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരുന്നു? 0 ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ ബ്ലൂ ലൈൻ ഒന്നും ഇല്ല, അല്ലേ? 0 തന്നെയാണ്, എക്സ് ആക്സിസിൽ തന്നെയാണ്, 0 തന്നെയാണ്. അപ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 തന്നെയാണ്. സർഫസിലെത്തി, ദൂരെ പോയി സർഫസിലെത്തുമ്പോൾ സിഗ്മ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ആയിരിക്കും. അപ്പോൾ സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ് എനിക്ക് ഇവിടെ ഉള്ള വാല്യൂ. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സിഗ്മ ബൈ എപ്സിലോൺ 0 ആയിരിക്കും. അതാണ് മാക്സിമം വാല്യൂ. അതിനുശേഷം R കൂടുന്തോറും നമ്മൾ എന്താ പറഞ്ഞത്, സ്ക്വയറിന് പ്രൊപ്പോർഷനായി പെട്ടെന്ന് ഇലക്ട്രിക് ഫീൽഡ് കുറയും. അപ്പോൾ ആ സർഫസിൽ നിന്നും പിന്നെയും നമ്മൾ ദൂരം കൂട്ടുന്തോറും ഇലക്ട്രിക് ഫീൽഡ് പെട്ടെന്ന് കുറയും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ സ്ഫിയറിൻ്റെ അകത്തിരിക്കുമ്പോൾ ക്യാപിറ്റൽ R ആവുന്നവരെ, സ്മോൾ r എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആവുന്നവരെ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ക്യാപിറ്റൽ R ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് സിഗ്മ ബൈ എപ്സിലോൺ 0 ആയിരിക്കും. അതിനുശേഷം വീണ്ടും ഇലക്ട്രിക് ഫീൽഡ് കുറയും. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് ചില സമയം ഈ ക്വസ്റ്റ്യൻസ്, ആപ്ലിക്കേഷൻ ഓഫ് ഗാസ് ലോൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പലപ്പോഴും ഇങ്ങനെയാണ് വരുന്നത്. സ്റ്റേറ്റ് ഗാസ് ലോ ആൻഡ് ഷോ ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് സർഫസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് R. മനസ്സിലാവും? ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആയിരിക്കും, സ്റ്റേറ്റ് വാട്ട് ഈസ് ഇലക്ട്രിക് ഫ്ലക്സ്, സ്റ്റേറ്റ് ഗോസ് ലോ ആൻഡ് ഫൈൻഡ് ദി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഡെറിവേഷൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എഴുതുക. ഇൻട്രൊഡക്ഷൻ എഴുതി കഴിഞ്ഞിട്ട് 3 കേസ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇനി നാലാമതൊരു ആപ്ലിക്കേഷൻ കൂടെ നമുക്ക് പറയാനുണ്ട്. ഇത് നിങ്ങൾക്ക് NCERT-യിൽ നിങ്ങൾക്ക് ഇതിന് ഡെറിവേഷൻ ഇല്ല. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് നിങ്ങളുടെ ബോർഡ് എക്സാമിന് ഇത് ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ നിങ്ങളിത് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻഡ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്ലി ചാർജ് പാരലൽ പ്ലേറ്റ്സ്. പാരലൽ പ്ലേറ്റ് ആണ്. ഓക്കെ, 2 പ്ലേറ്റ്സ് ഉണ്ട്. ഒന്നിൽ പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നു, രണ്ടാമത്തിൽ നെഗറ്റീവ് ചാർജ് ഇരിക്കുന്നു. അതാണ് നമ്മൾ പറഞ്ഞത് ഓപ്പോസിറ്റ് ചാർജ് ആണ്. ഓപ്പോസിറ്റ് ചാർജ് പാരലൽ പ്ലേറ്റ് ആൻഡ് ഈക്വൽ ആയിരിക്കണം ചാർജ്. ഓക്കെ, അപ്പോൾ ഇപ്പുറത്ത് +Q ആണെങ്കിൽ ഇപ്പുറത്ത് -Q ആയിരിക്കണം. ഇവിടെ 10 കൂളം ചാർജ് ഉണ്ടെങ്കിൽ ഇവിടെ -10 കൂളം ചാർജ് ഉണ്ടാവണം. ഓക്കെ, ഇനി ഇതിനെ 2 രീതിയിൽ നമ്മൾ പറയും. ആദ്യം ഈ പ്ലേറ്റിൻ്റെ ഇടയ്ക്ക് നിന്ന് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ഇൻ ബിറ്റ്വീൻ പ്ലേറ്റ്സ്, പ്ലേറ്റിന് രണ്ടിൻ്റെയും ഇടയ്ക്ക് നിന്ന് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് മെഷർ ചെയ്യണം. അങ്ങനെ മെഷർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് സിഗ്മ ബൈ എപ്സിലോൺ 0 ആയിരിക്കും. അഗൈൻ ഇതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് ഇല്ല, എങ്ങനെ ഇത് വന്നു എന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കാനില്ല. പക്ഷേ ഈ എക്സ്പ്രഷൻ പഠിച്ചിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഇത് പറയുവാണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ പ്ലേറ്റ്സിൻ്റെ നടുക്ക് വന്ന് ഞാൻ ഇലക്ട്രിക് ഫീൽഡ് മെഷർ ചെയ്യുവാണെങ്കിൽ എനിക്ക് കിട്ടുന്ന വാല്യൂ സിഗ്മ ബൈ എപ്സിലോൺ 0 ആയിരിക്കും. അകത്ത് നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേറൊരു രീതിയിൽ ചെയ്യാം, പുറത്ത് പോയി ചെയ്യാം, ഇപ്പുറത്തോ പോയി ചെയ്യാം, പ്ലേറ്റിൻ്റെ പുറത്ത്. അപ്പോൾ ഔട്ട്സൈഡ്, അവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ നാലാമത്തെ ആപ്ലിക്കേഷൻ പറഞ്ഞത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻഡ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്ലി ചാർജ്
പാരലൽ പ്ലേറ്റ്സ് എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നിങ്ങൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ ഈ കപ്പാസിറ്റർ എന്ന് പറഞ്ഞ ഒരു ഉപകരണത്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ആ ഉപകരണം എന്ന് പറയുന്നത് ഇതേപോലെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ആയ പാരലൽ പ്ലേറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ഇതിനെക്കുറിച്ച് പറയാൻ പറ്റും. പക്ഷേ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല. ഇതോടെ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ എൻഡിൽ വരുവാണ്. ഞാൻ ഒന്നുകൂടെ ക്വിക്കായിട്ട് പറയാം. നമ്മൾ ആദ്യം ഈ സെഷനിൽ നോക്കിയത് ഇലക്ട്രിക് ഫീൽഡ് വേഴ്സസ് റേഡിയസ് ഫോർ യൂണിഫോം ഇൻഫിനിറ്റ്ലി ലോങ് വയർ. കഴിഞ്ഞ സെഷനിൽ ഇതൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയായിരുന്നു. ലാംഡ ഡിവൈഡ് ബൈ 2π എപ്സിലോൺ 0 എന്നായിരുന്നു ഞാൻ എഴുതിയത്. ആർ എഴുതാൻ വിട്ടുപോയി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2π r × എപ്സിലോൺ 0 ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? E is proportional to 1/r അല്ലെങ്കിൽ E is inversely proportional to r എന്ന് എഴുതാം. ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഞാൻ മാച്ചു, പക്ഷേ യൂണിഫോംലി ചാർജ് പ്ലേറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെ എന്ന് പറയുന്നത് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് E = സിഗ്മ ഡിവൈഡഡ് ബൈ 2 × എപ്സിലോൺ 0 എന്നായിരുന്നു പറഞ്ഞത്. അവിടെ റേഡിയസിൽ ആറിൻ്റെ ടേം ഒന്നും ഇല്ലായിരുന്നു, സോറി ഡിനോമിനേറ്ററിൽ ആറിൻ്റെ ടേം ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് റേഡിയസ് എന്ന് പറയാം. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും എനിക്ക് അതിൻ്റെ ഗ്രാഫായിട്ട് വരുന്നത്. മൂന്നാമത്തെ പറഞ്ഞതാണ് സ്ഫെറിക്കൽ ഷെൽ. 3 രീതിയിൽ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ പറയാം. ഇൻസൈഡ് ദ ഷെൽ പറയാം, ഇൻസൈഡ് ദ ഷെൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഔട്ട്സൈഡ് ദ ഷെൽ പറയാം, ഔട്ട്സൈഡ് ദ ഷെൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സിഗ്മ × R² ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 × സ്മോൾ r² ആയിരിക്കും. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഓൺ ദ സർഫസ് ഓഫ് ദ സ്ഫെറിക്കൽ ഷെൽ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ r² രണ്ടും ഈക്വൽ ആകുമ്പോൾ അത് രണ്ടും കട്ട് ചെയ്ത് പോയി ഇലക്ട്രിക് ഫീൽഡ് = സിഗ്മ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. അതിനുശേഷം നമ്മൾ നാലാമത് ജസ്റ്റ് എക്സ്പ്രഷൻ മാത്രം പഠിച്ചു. പാരലൽ പ്ലേറ്റ് വിത്ത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ്. അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദി ഓർ ഇൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ് എന്ന് പറയുന്നത് സിഗ്മ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ആയിരിക്കും. ഔട്ട്സൈഡ് ദ പ്ലേറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഈ സെഷനിൽ ഏത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും, ഈ സെഷനിലല്ല ഈ ചാപ്റ്ററിൽ തന്നെ നിങ്ങൾക്ക് ഏത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻസിൽ ആ ഡൗട്ട്സ് എഴുതാം. ഇതോടെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ തീരുവാണ്.